ഇതാ ഈ കാണുന്ന ഈ ബുക്ക് ഞാൻ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാണ് ഇപ്പൊ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇതുപോലുള്ള ബുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് കണ്ടാലോ? ആദ്യം നമുക്കിതാ ഇത്രയും പേപ്പർ വേണം ഒരു ബുക്ക് ഉണ്ടാക്കാൻ. അത് നിങ്ങൾക്ക് എത്ര പേജുള്ള ബുക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പേപ്പർ എടുക്കാം. നമ്മുടെ പഴയ നോട്ട്ബുക്കിന്റെ പേജോ A4 പേജോ എന്തായാലും കുഴപ്പമില്ല. ഇതുപോലത്തെ കുറച്ച് പേപ്പേഴ്സ് എടുക്കുക. ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഈ ഓരോരോ പേപ്പറും നമ്മൾ എന്ത് ചെയ്യണം, നടുവിൽ അല്ലെ ലൈക്ക് രണ്ടായിട്ട് മടക്കണം. നടുവിന്ന് രണ്ടായിട്ട് മടക്കി എടുക്കുക. ഈ ഫുൾ പേപ്പറും ഇതുപോലെ നടുവിന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇത് ലൈക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, അതൊന്ന് അടുക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു പുസ്തകത്തിന്റെ ഉള്ളിൽ കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ സിഗ്നേച്ചർ ആക്കണം. ഓരോ സിഗ്നേച്ചർ എങ്ങനെയാ ആക്കാന്ന് വെച്ചാൽ ഒരു പേജിന്റെ ഉള്ളിൽ വേറൊരു പേജ്, അങ്ങനെ നാലെണ്ണം ഒരു സെറ്റാക്കി എടുക്കുക. ഞാൻ ഈ ഇട്ട വീഡിയോ കുറച്ച് സ്പീഡായിപ്പോയി. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിരുന്നു സ്ലോയിലുള്ള ഒരു വീഡിയോ, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോസ് മിസ്സായിപ്പോയി. അങ്ങനെ അതിലൊന്നായിരുന്നു ഈ വീഡിയോ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ 4 പേജ് ഒരു സെറ്റാക്കിയിട്ട് എടുക്കുക. ഉള്ളിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുക. പക്ഷേ നമുക്ക് ഹോൾ ഇടണം. ഹോൾ ഇടാൻ വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 സെന്റിമീറ്റർ ഡിസ്റ്റൻസ്, രണ്ടറ്റത്തുനിന്ന് 1.5 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം 2 സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് ഹോൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് എന്നിട്ട് ലൈക്ക് ഇങ്ങനെ ഹോൾ തുളക്കുക. അങ്ങനെ ഞാൻ ഓരോ പേജിലാണ് ഹോൾ തുളച്ചത്, അതാകുമ്പോൾ വൃത്തിക്കാവുമല്ലോ പെട്ടെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഹോൾ തുളച്ചിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അതിലായിരുന്നു, അത് എൻ്റെ ഒരു ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം സ്റ്റിച്ചിങ്. ഇനി ബാക്കി സ്റ്റിച്ചിങ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോയിലുള്ളത് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഒരു സിഗ്നേച്ചർ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം ഒരു സെറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ പേജിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സൂചി എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഹോളിലിട്ടിട്ട് ഉള്ളിലേക്ക് എടുക്കുക. ദെൻ അടുത്ത ഹോളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അങ്ങനെ എന്നിട്ട് അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേ സ്റ്റിച്ച് ഇടുക. കാരണം കുറച്ച് ഗ്യാപ്പ് വരുമല്ലോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തുന്നി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സെറ്റ് അതിന് തൊട്ട് മുകളിൽ വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് സൂചി എടുത്തതിന് ശേഷം ഞാൻ ഈ കാണുന്നുണ്ടല്ലോ വീഡിയോ, ആ വീഡിയോയിലുള്ളതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനിയുള്ള എല്ലാ സെറ്റും ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഈ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് വൃത്തിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാണ് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതെന്ന്. ഓൾറെഡി ഞാനാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തും പോയി, എനിക്ക് വേറെ ചെയ്യാനും പറ്റില്ല. ഞാൻ കുറേ തപ്പി, പക്ഷേ എവിടെയും വീഡിയോ ഇല്ല. പിന്നെ ഈ ബുക്ക് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ സ്റ്റിച്ച് അയക്കാനോ അല്ലെങ്കിൽ പുതിയതൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് കുറേ തപ്പി, എങ്ങനെയാണ് മിസ്സായെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. അഥവാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാം, ഞാൻ സ്റ്റിച്ചിങ് മാത്രം ഒരു വീഡിയോ ഇടാം. In the halls of art, where the silence speaks, a piano hums in the quiet it seeks. Brushstrokes of sound on the canvas of air, each note a color in the gallery's care. The echoes linger in the heart of the room, a melody painted in the twilight's gloom. In the stillness, the music takes flight, a symphony of shadows in the soft moonlight. Silent canvas where the dreams are drawn, in the art of sound where the night is born. Every chord a story, every key a sigh, in the gallery of echoes where the spirits lie. The piano whispers in the artful space, a dialogue of tones in the hallowed place. The walls remember every note that falls in the Copenhagen art, where the silence calls. In the stillness, the music takes flight, a symphony of shadows in the soft moonlight.
silent canvas where the dreams are drawn. In the art of sound where the night is born. Every chord a story, every key a sigh. In the gallery of echoes where the spirits lie. In the art of silence, the music flows, a river of memories where the heart knows. In the Copenhagen art, the piano sings a timeless echo. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം, ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് പശ തേച്ച് കൊടുക്കാം. എന്താ വെച്ചാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതല്ലേ, അതിങ്ങനെ ബുക്ക് പിന്നെ പേജസ് ഇളകി പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പശ തേച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് സ്റ്റഡി ആയിട്ട് അവിടെ നിന്നോളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പശ തേച്ചതിന് ശേഷം അത് ഒട്ടിക്കുക, അത് ഉണങ്ങാൻ കുറച്ച് സമയം വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മൾ പേജ് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പാർട്ട് ഇതാണ്, കട്ട് ചെയ്തത്. എനിക്ക് ഒരിക്കലും അത് കറക്റ്റ് ആയിട്ട് വരില്ല. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ലൈക്ക് ഈ പേപ്പർ കട്ടറിനധികം ഫോഴ്സ് കൊടുക്കാണ്ട് നമ്മൾ സ്കെയിൽ പിടിച്ചിട്ടില്ലേ അതിന് ഫോഴ്സ് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ കട്ട് ചെയ്തെടുക്കണം. എനിക്ക് ആ ഒരു നാക്കില്ല, നാക്കിൽ വൃത്തിക്ക് ചെയ്തെടുത്താൽ നന്നായിട്ട് നൈസായിട്ട് കിട്ടും. അങ്ങനെ 3 സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമ്മളിനി ഒന്നുകൂടെ നമ്മൾ ഓൾറെഡി പശ തേച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒന്നുകൂടെ പശ തേച്ചതിന് ശേഷം ഇതുപോലൊരു ക്ലോത്ത് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ആ ഒരു ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, പേജ് നന്നായിട്ട് വൃത്തിക്ക് നിൽക്കാനും ഇനി ഒട്ടിക്കുന്ന ഒരു ചട്ട വൃത്തിക്ക് നിൽക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ തുണി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തുണി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ടുള്ള കവർ ചട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര പേജ് ഉണ്ട് എന്നനുസരിച്ചിട്ട് ലൈക്ക് നമ്മൾ എത്ര കട്ടിയുള്ള ബുക്കാ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കവർ പേജ് ഞാൻ ഓൾറെഡി പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിത് ഫ്രണ്ട് അയച്ചു തന്നതായിരുന്നു ഈ ഒരു ഇമേജ്, അത് ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ പ്രിന്റ് എടുത്തത്. അപ്പോൾ അതാകുമ്പോൾ വേഗം ഈ ഒരു സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പശയൊന്നും തേക്കണല്ലോ, അതുകൊണ്ട് സ്റ്റിക്കർ പ്രിന്റ് എടുത്തത് നമുക്ക് കറക്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് കറക്റ്റ് ഈ ഒരു ചട്ട അതിന് മേലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ 4 സൈഡിൽ ലൈക്ക് എല്ലാ കോർണർ ഇതുപോലെ വെട്ടിയിട്ട് വൃത്തിക്ക് മടക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു നമുക്ക് ഈ ബുക്ക് ഇതിലേക്ക് ഒട്ടിക്കണമല്ലോ. അപ്പോൾ 2 സൈഡിൽ വീഡിയോയിൽ കാണുമ്പോൾ നന്നായിട്ട് പശ തേച്ചതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ്സറൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും സുഖം. അല്ലെങ്കിൽ നന്നായി നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കട്ടിയുള്ള ഒരു ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഒന്ന് ഒട്ടും. നമ്മുടെ ജേർണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഈ സ്റ്റിച്ചിങ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ വൃത്തിക്കൊന്നുകൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.